എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളെ, ഇന്ന് നമ്മൾ പ്രകാശത്തിന്റെ മറ്റൊരു മായജലം കാണാൻ പോകുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്രകാശത്തിന്റെ പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ ദർപ്പണങ്ങളിൽ എങ്ങനെയാണെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രകാശത്തിന്റെ അപവർത്തനത്തെക്കുറിച്ചും ആ തത്വം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലെൻസുകളെക്കുറിച്ചുമാണ്. നിങ്ങൾ കണ്ണട വെക്കുന്നവരെ കണ്ടിട്ടില്ലേ? വാച്ച് നന്നാക്കുന്നവർ ഒരുതരം കണ്ണാടി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ദൂരെയുള്ള നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും അടുത്ത് കാണാൻ സഹായിക്കുന്ന ടെലസ്കോപ്പുകളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഇവിടെയെല്ലാം ലെൻസുകളാണ് പ്രധാന താരങ്ങൾ. ചിരിക്കുന്നു. എന്താണ് ഈ ലെൻസ്? സാധാരണ ഒരു ഗ്ലാസ് ഷീറ്റിൽ നിന്ന് ലെൻസിന് എന്ത് വ്യത്യാസമാണുള്ളത്? ഒരു ഗ്ലാസ് ഷീറ്റിലൂടെ സൂര്യപ്രകാശത്തെ കടത്തിവിട്ടാൽ പ്രകാശത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കില്ല. പക്ഷേ ഒരു റീഡിംഗ് ലെൻസ് ഉപയോഗിച്ച് സൂര്യരശ്മികളെ ഒരു പേപ്പറിൽ കേന്ദ്രീകരിച്ചാലോ? ആ പ്രകാശം ഒരു ചെറിയ പൊട്ടുപോലെ കേന്ദ്രീകരിക്കുകയും കുറച്ചുനേരം പിടിച്ചാൽ ആ പേപ്പർ കത്തുകയും ചെയ്യും. കൊള്ളാമല്ലേ? ഇതാണ് ലെൻസിന്റെ കഴിവ്. പ്രകാശരശ്മികളെ ഒരുമിച്ചു കൂട്ടാനോ അകറ്റിവിടാനോ കഴിവുള്ള സുതാര്യമായ മാധ്യമങ്ങളാണ് ലെൻസുകൾ. ലെൻസുകൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്: കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. നമ്മൾ പേപ്പർ കത്തിക്കാൻ ഉപയോഗിച്ച റീഡിംഗ് ലെൻസാണ് കോൺവെക്സ് ലെൻസ്. അതിന്റെ നടുഭാഗം കട്ടികൂടിയും അരികുകൾ കട്ടിക്കുറഞ്ഞുമിരിക്കും. ഇത് പ്രകാശരശ്മികളെ ഒരുമിച്ചു കൂട്ടുന്നതുകൊണ്ടാണ് പേപ്പർ കത്തിയത്. അതുകൊണ്ട് കോൺവെക്സ് ലെൻസിനെ സംരചന ലെൻസ് എന്നും പറയും. എന്നാൽ കോൺകേവ് ലെൻസിന്റെയോ? അതിന്റെ നടുഭാഗം കട്ടിക്കുറഞ്ഞും അരികുകൾ കട്ടികൂടിയുമിരിക്കും. ഇത് പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടിതിനെ വിവ്രജന ലെൻസ് എന്ന് വിളിക്കുന്നു. കോൺവെക്സ് ലെൻസിലൂടെ നോക്കുമ്പോൾ അക്ഷരങ്ങൾ വലുതായി കാണാം, എന്നാൽ കോൺകേവ് ലെൻസിലൂടെ നോക്കുമ്പോൾ ചെറുതായാണ് കാണുക. ഇനി ലെൻസുകളുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വാക്കുകൾ പരിചയപ്പെടാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു ലെൻസിന്റെ രണ്ട് പ്രതലങ്ങളും ഓരോ ഗോളങ്ങളുടെ ഭാഗങ്ങളായിരിക്കും. ഈ ഗോളങ്ങളുടെ കേന്ദ്രങ്ങളെയാണ് വക്രതാകേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഒരു ലെൻസിന് രണ്ട് വക്രതാകേന്ദ്രങ്ങൾ ഉണ്ടാകും. ഒരു ലെൻസിന്റെ മധ്യബിന്ദുവിനെ പ്രകാശിക കേന്ദ്രം എന്ന് പറയുന്നു. വക്രതാകേന്ദ്രങ്ങളെയും പ്രകാശിക കേന്ദ്രത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്ന സാങ്കൽപ്പിക രേഖയാണ് മുഖ്യ അക്ഷം. ഇനി കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ഈ ബിന്ദുവിനെയാണ് കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് അഥവാ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. പ്രകാശരശ്മികൾ യഥാർത്ഥത്തിൽ ഈ ബിന്ദുവിൽ കൂടിച്ചേരുന്നതുകൊണ്ട് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ഒരു യഥാർത്ഥ ഫോക്കസാണ്. എന്നാൽ കോൺകേവ് ലെൻസിലോ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം പരസ്പരം അകന്നുപോകുകയാണ് ചെയ്യുന്നത്. ഈ രശ്മികളെ പിന്നോട്ട് നീട്ടിയാൽ അവ മുഖ്യ അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് വരുന്നതായി തോന്നും. ഈ ബിന്ദുവാണ് കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ്. പ്രകാശരശ്മികൾ യഥാർത്ഥത്തിൽ ഇവിടെ കൂടിച്ചേരുന്നില്ല, മറിച്ചൊരു തോന്നൽ മാത്രമാണ്. അതിനാൽ കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ഒരു മിഥ്യ ഫോക്കസാണ്. ലെൻസിന്റെ പ്രകാശിക കേന്ദ്രം O മുതൽ മുഖ്യ ഫോക്കസ് വരെയുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം അഥവാ ഫോക്കൽ ലെങ്ത് F. ഒരു ലെൻസിന് രണ്ട് വശത്തും ഓരോ മുഖ്യ ഫോക്കസ് വീതമുണ്ടാകും. അതുകൊണ്ട് രണ്ട് ഫോക്കസ് ദൂരങ്ങളും ഉണ്ടാകും. അപ്പോൾ കോൺവെക്സ് ലെൻസ് പ്രകാശത്തെ ഒരുമിപ്പിക്കുന്നു, കോൺകേവ് ലെൻസ് പ്രകാശത്തെ വിവ്രജിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? സംശയമുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ചിരിക്കുന്നു. ഇന്ന് നമുക്ക് ലെൻസുകൾ എങ്ങനെയാണ് പ്രതിബിംബങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ദർപ്പണങ്ങളിൽ കണ്ടതുപോലെ ഇവിടെയും യഥാർത്ഥ പ്രതിബിംബങ്ങളും മിഥ്യാപ്രതിബിംബങ്ങളും ഉണ്ട്. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബങ്ങളാണ് യഥാർത്ഥ പ്രതിബിംബങ്ങൾ. ഇവ എപ്പോഴും തലകീഴായതായിരിക്കും. എന്നാൽ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ലെങ്കിലും ലെൻസിലൂടെ നോക്കിയാൽ മാത്രം കാണാൻ കഴിയുന്നവയാണ് മിഥ്യാപ്രതിബിംബങ്ങൾ. ഇവ എപ്പോഴും നിവർന്നതായിരിക്കും. ആദ്യം നമുക്ക് ഒരു കോൺവെക്സ് ലെൻസ് എങ്ങനെ പ്രതിബിംബമുണ്ടാക്കുന്നുവെന്ന് നോക്കാം. ഇത് വളരെ രസകരമാണ്. കാരണം നമ്മൾ വസ്തു വയ്ക്കുന്ന സ്ഥാനമനുസരിച്ച് പ്രതിബിംബത്തിന്റെ സ്ഥാനവും വലിപ്പവും സ്വഭാവവും മാറിക്കൊണ്ടിരിക്കും. ഒരു മെഴുകുതിരി കത്തിച്ച് ഒരു കോൺവെക്സ് ലെൻസിനു മുന്നിൽ പല സ്ഥാനങ്ങളിലായി വെച്ച് അതിന്റെ പ്രതിബിംബം ഒരു സ്ക്രീനിൽ പതിപ്പിച്ചു നോക്കിയാൽ ഇത് വ്യക്തമായി കാണാം. 2Fനും അപ്പുറത്താണെങ്കിൽ പ്രതിബിംബം ലെൻസിന്റെ മറുവശത്ത് Fനും 2Fനും ഇടയിലായിരിക്കും ഉണ്ടാകുക. ഇത് യഥാർത്ഥവും തലകീഴായതും വസ്തുവിനേക്കാൾ ചെറുതുമായിരിക്കും. 2Fലാണെങ്കിൽ പ്രതിബിംബം മറുവശത്ത് 2Fൽ തന്നെയായിരിക്കും. ഇത് യഥാർത്ഥവും തലകീഴായതും വസ്തുവിന്റെ അതേ വലിപ്പമുള്ളതുമായിരിക്കും.
എഫിനും 2Fനും ഇടയിലാണെങ്കിൽ പ്രതിബിംബം മറുവശത്ത് 2Fനും അപ്പുറത്തായിരിക്കും. ഇത് യഥാർത്ഥവും തലകീഴായതും വസ്തുവിനേക്കാൾ വലുതുമായിരിക്കും. അവസാനമായി വസ്തു എഫിനും പ്രകാശിക കേന്ദ്രത്തിനും ഇടയിലാണെങ്കിലോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേസ്. ഇവിടെ നമുക്ക് പ്രതിബിംബം സ്ക്രീനിൽ കിട്ടില്ല. പകരം ലെൻസിലൂടെ നോക്കുമ്പോൾ വസ്തുവിരിക്കുന്ന അതേ വശത്ത് വലുതും നിവർന്നതുമായ ഒരു മിഥ്യാപ്രതിബിംബം കാണാൻ സാധിക്കും. നമ്മൾ ഒരു വസ്തുവിനെ വലുതായി കാണാൻ റീഡിംഗ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. ഇനി കോൺകേവ് ലെൻസിന്റെ കാര്യമോ? നിങ്ങൾ വസ്തു എവിടെ വെച്ചാലും കോൺകേവ് ലെൻസ് എപ്പോഴും വസ്തു ഇരിക്കുന്ന അതേ വശത്ത് എഫിനും ഒയ്ക്കും ഇടയിലായി ചെറുതും നിവർന്നതും മിഥ്യവുമായ ഒരു പ്രതിബിംബം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഈ പ്രതിബിംബ രൂപീകരണം വരച്ചു കാണിക്കാൻ നമുക്ക് രേഖാചിത്രങ്ങൾ ഉപയോഗിക്കാം. അതിനായി 3 നിയമങ്ങൾ ഓർത്തുവച്ചാൽ മതി. 1. മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന രശ്മി അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നുപോകും, അല്ലെങ്കിൽ മുഖ്യ ഫോക്കസിൽ നിന്ന് വരുന്നതായി തോന്നും. കോൺകേവ് ലെൻസിൽ രണ്ടാമത്തേത് പ്രകാശക കേന്ദ്രത്തിലൂടെ കടന്നുപോകുന്ന രശ്മിക്ക് യാതൊരു വ്യതിയാനവും സംഭവിക്കില്ല, അത് നേരെ കടന്നുപോകും. മൂന്നാമത്തേത് മുഖ്യ ഫോക്കസിലൂടെ കടന്നുപോകുന്ന രശ്മി, അതായത് കോൺവെക്സ്, അപവർത്തനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പോകും. ഈ നിയമങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ലെൻസിന്റെ മുന്നിൽ ഏത് സ്ഥാനത്തുള്ള വസ്തുവിന്റെയും പ്രതിബിംബം എവിടെ എങ്ങനെയുണ്ടാകുമെന്ന് വരച്ചു കണ്ടുപിടിക്കാം. ഇനി വസ്തുവിലേക്കുള്ള ദൂരം, അതായത് യു, പ്രതിബിംബത്തിലേക്കുള്ള ദൂരം, അതായത് വി, ഫോക്കസ് ദൂരം, അതായത് എഫ് എന്നിവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സമവാക്യമുണ്ട്. അതാണ് ലെൻസ് സമവാക്യം. അതായത് 1/f = 1/v - 1/u. കണക്കുകൾ ചെയ്യുമ്പോൾ ചിഹ്നരീതി ഉപയോഗിക്കാൻ മറക്കരുത്. പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് പ്രകാശരശ്മിയുടെ അതേ ദിശയിൽ അളക്കുന്ന ദൂരങ്ങൾ പോസിറ്റീവും എതിർദിശയിൽ അളക്കുന്നത് നെഗറ്റീവുമായി എടുക്കണം. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം പോസിറ്റീവും കോൺകേവ് ലെൻസിന്റേത് നെഗറ്റീവുമായിരിക്കും. ഡോക്ടർമാർ കണ്ണട കുറിച്ചു തരുമ്പോൾ +2.0D -1.5D എന്നൊക്കെ എഴുതുന്നത് കണ്ടിട്ടില്ലേ? അത് ലെൻസിന്റെ പവറാണ്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് തുടങ്ങിയ ഉപകരണങ്ങളിലെല്ലാം ഈ ലെൻസുകൾ ഉപയോഗിച്ചാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. ചെറിയ വസ്തുക്കളെ വലുതായി കാണാനും ദൂരെയുള്ളവയെ അടുത്ത് കാണാനും ലെൻസുകൾ നമ്മളെ സഹായിക്കുന്നു. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006-6363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.